പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് വിജ്ഞാപനത്തിന് ശേഷം പലവട്ടം കേരളത്തിൽ വരികയുണ്ടായി. അതിൻ്റെ ഒരു വൈബിലാണ് ഇങ്ങനെ കേരളം മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇക്കുറി നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നരേന്ദ്രമോദിക്കുമുണ്ട്, അണികൾക്കുമുണ്ട്, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല BJPയുടെ വിജയം കാണാൻ പോകുന്നത്. അങ്ങ് കാസർഗോഡ് മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വൻ വിജയത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുമ്പേ അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞു 2026 കേരളം ആര് ഭരിക്കണമെന്ന് BJP തീർച്ചപ്പെടുത്തും എന്ന്. അതൊക്കെ യാഥാർത്ഥ്യമാകുകയാണോ എന്നൊരു സംശയം. ശരിക്കും പറയാം, അമിത്ഷാജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. പണ്ടൊരു സിനിമയിൽ പറയുമല്ലോ, നമ്മുടെ രജനീകാന്ത്, ഒരു വാട്ടി സ്വന്തം വാട്ടി സ്വന്തം മാതിരി. അമിത്ഷാജി പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പറഞ്ഞതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും, അത് നടക്കുകയും ചെയ്യും. വെറും വാക്ക് പറയുന്ന ആളല്ല അദ്ദേഹത്തിന്. ഇട്ടിരിക്കുന്ന പേര് തന്നെ അറിയാമല്ലോ എല്ലാവരും. അത്രയും തന്ത്രം മെനയുന്ന ഒരാളാണ്. അതനുസരിച്ച്, കാരണം പല സംസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ തന്ത്രം വിജയിച്ചില്ലോ ഇപ്പോഴും. എത്ര ത്രിപുര, എല്ലാം. ഇന്ന് ആസാമിൽ 26 BJPക്ക് MLA-മാരുണ്ടാകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിന്തിച്ച കാര്യമാണോ? അതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ പ്രാവർത്തികമായിട്ട് കൊണ്ടുവന്നില്ലേ. അപ്പോൾ പിന്നെ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി സാർ, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള കാറ്റാണ് വീശുന്നത്. കാരണം പണ്ട് പ്രവർത്തന മേഖലയിലായിരുന്നാലും അണികളുടെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടൊരു BJP പ്രവർത്തകനാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു BJP അനുഭാവിയാണ് ഞാൻ എന്ന് പറയാൻ പഠിച്ചിരുന്ന കാലത്തിൽ ഇന്നിപ്പോൾ ഒരു പ്രവാഹമാണ് ആൾക്കാരുടെ പാർട്ടിയിലേക്ക് വരാനും, അത് ഉന്നത പദവിയിൽ മറ്റു പാർട്ടികളിൽ ഇരിക്കുന്നവരായാലും ശരി, സാധാരണക്കാരായാലും ശരി. പണ്ട് BJPക്ക് ഒരു സ്ത്രീയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ സാറ് ഞങ്ങളുടെ മഹിളാ മോർച്ചയൊക്കെ കണ്ടു നോക്കണം, എന്തുമാത്രം സ്ത്രീകളാണ് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നത്. അത് തന്നെ ഒരു മാറ്റമല്ലേ? ഇക്കുറി മത്സരിക്കുന്നതിൽ 2 പ്രധാനപ്പെട്ട വനിതകളാണ്. വലിയ പോരാട്ടം നടക്കുകയാണ്. ഒന്ന് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ, മറ്റൊന്ന് പാലക്കാട്. അത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്കാണ് ജനങ്ങളുടെ മുഴുവൻ നോട്ടം. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എടുത്തോ എന്ന് പോലും ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു. എടുത്തോ എന്ന് ചോദിക്കുന്നത് എടുത്ത പോലെ തന്നെയാണ് ഇപ്പോഴേ കാര്യങ്ങൾ പോകുന്നത്. അത്രയ്ക്കും ഞങ്ങൾക്ക് ഉറപ്പാണത്, ആ മണ്ഡലം ഉറപ്പാണ്. അല്ലെ, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ടാണ്. ഇനിയിപ്പോൾ കൊണ്ടുപോയി മലപ്പുറത്തൊരു മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയാലും ശോഭാ സുരേന്ദ്രൻ അവിടെ 50 വോട്ട് കൂടുതൽ വാങ്ങിച്ചിരിക്കും. കാരണം നമ്മൾ മുൻകാലങ്ങളിൽ അതാണ് കണ്ടിട്ടുള്ളത്. ചരിത്രം അതാണ്. ഇതുവരെയുള്ള ശോഭാജിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ചരിത്രം. ശോഭാജി ഏത് മണ്ഡലത്തിൽ നിന്നാലും ശോഭാജിയുടെ വോട്ട് ഉറപ്പാണത്. അല്ല, ഞാൻ വരാൻ പോകുന്ന നിയമസഭയിൽ കാണുന്ന വനിതകളിൽ ഒരാൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാലക്കാട് എടുക്കും എന്നുള്ളതല്ല, എടുത്തു എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചില തീപ്പൊരിയായിട്ടുള്ളവരൊക്കെ നിയമസഭയിൽ വരുമ്പോൾ വീണ്ടും പിണറായി വിജയൻ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു, അവർക്ക് LDFന് വലിയൊരു അസഹിഷ്ണുതയായിരിക്കും. കാരണം മറുഭാഗത്ത് KK രമയെ പോലുള്ളവരും ഒക്കെ നിൽക്കും. KK രമയൊക്കെ എന്തായാലും വടകരയിൽ നിന്ന് വീണ്ടും വിജയിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ അതുപോലെ ശോഭാ സുരേന്ദ്രനും കൂടി നിന്ന് കഴിഞ്ഞാൽ, പിന്നെ ശ്രീലേഖയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വനിതകൾക്ക് വലിയ പ്രാതിനിധ്യം നിയമസഭയിൽ കൂടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വേണം സാർ, അത് വേണം. കാരണം അത്രമാത്രം സ്ത്രീകൾ ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി BJPയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും പ്രാതിനിധ്യം വേണം. അവരുടെ ശബ്ദമായിട്ട് 2-3 പേരുടെയെങ്കിലും ശബ്ദം അസംബ്ലിയിൽ കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. മോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരം ഒന്ന് ഇളക്കി മറിച്ചല്ലേ? അയ്യോ, അത് ഇനി ഒരു വാക്കിലൊന്നും നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല സാർ. അത്ര, കാരണം 2:30 മണി 2 മണി തൊട്ട് ഈ പൊരി വെയിലത്ത് ആൾക്കാർ കാത്തു നിൽക്കുകയായിരുന്നു കാണാനായിട്ട്. നമുക്കിങ്ങനെ അത് കാണുമ്പം ഒരു, നമ്മൾ പറയൂലേ ലോകനായകൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അക്ഷരാർത്ഥത്തിൽ ആ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആ മോജിയുടെ വരവും. ശരിക്കും അത് നമുക്കൊരു വൈബാണ്. എന്തോ ഒരു മാസ്മരികത ഉണ്ടെന്ന് കുറച്ച് അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത് നിന്നിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ.
എവിടെയോ വെച്ചായിരുന്നല്ലോ അത്. ഇവിടെ വിഴിഞ്ഞം പോർട്ടിന് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ആ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ സാറിനോട് പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. എനിക്കൊരു ദൈവം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. നമ്മൾ ദൈവത്തിനെ കാണുന്നു, ഫോട്ടോയിൽ കാണുന്നു, അങ്ങനെ കാണുന്നു. ഇതൊരു ദൈവമാണോ എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി. എനിക്ക് തൊഴണമെന്ന് പോലും എനിക്കൊരു അങ്ങനത്തെ ഒരു എന്ത് ചെയ്യട്ടെ അങ്ങനത്തെ ഒരു ഇതിലായി, അങ്ങനത്തെ ഒരു മനസ്സാണ് എനിക്ക് അപ്പോഴുണ്ടായത്. അതെനിക്ക് ഒരു ദിവസം പോലും ഞാനത് ഓർക്കാത്ത ദിവസമില്ല. കാരണം അതിനി ആരെന്ത് പറഞ്ഞാലും ഇനി ആരെല്ലാം മോദിജിയുടെ ശത്രുക്കൾ അല്ലെങ്കിൽ അത് വിട്ടാൽ അത് അസൂയ മൂത്ത് പറഞ്ഞു അവരുടെ ഉള്ളിൽ അറിയാം. ഈ പുറത്തിങ്ങനെ പറയുന്നില്ലേ സാർ, അവരുടെ ഉള്ളിലൊക്കെ അറിയാം മോദിജി ആരാണ് എന്താണ്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് വേറെയല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയാലും പ്രസിഡൻ്റ് ആയാലും ഏതെങ്കിലുമൊക്കെ ഒരു വഴികൾ കണ്ടുപിടിച്ച് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ കേരളത്തിൽ ഇതെല്ലാം ഇത്തവണ വോട്ടായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലേ? അത് മാറണം, തീർച്ചയായിട്ടും മാറണം. കാരണം അല്ലെങ്കിൽ അത്രമാത്രം ജനം എത്ര പുറത്തിറങ്ങി പ്രവർത്തിക്കില്ല. നമുക്ക് ഞാനിപ്പോൾ ഒരു മാസം കൊണ്ട് ഇതിൻ്റെ പുറകെയല്ല. അപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് മറ്റു പാർട്ടികളിൽ ഉള്ള സ്ത്രീകൾ പോലും നമ്മളോട് പറയുന്നുണ്ട് ഒരു മാറ്റം വരണം. ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ള പുരുഷന്മാർ വേറെ പാർട്ടികളായിരിക്കാം, എന്നാലും സ്ത്രീകൾ കുറച്ച് അനുഭവം BJP-യിലേക്ക് തന്നെ വരുന്നുണ്ട്. അനുഭവം ഉള്ളതുകൊണ്ടാണ്, ആരാണ് ഏതാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ഇപ്രാവശ്യം BJP-ക്കാണ് മാറ്റം വരണം. ഇത് മടുത്തു, 45 വർഷം കൊണ്ട് നമ്മളെ ഇങ്ങനെ അടിമകളാക്കി, അത് ഇനി വേണ്ട, ഒരു മാറ്റം വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള വോട്ടുകളാണ് BJP-യിലേക്ക് വീഴാൻ പോകുന്നത്. പിണറായി വിജയൻ്റെയും അവരുടെ ടീമിൻ്റെയും ഭരണത്തിന് എതിരായ വോട്ടുകൾ തന്നെയാണ് ഇപ്രാവശ്യം എതിരായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. BJP ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത് 2 മുതൽ 5 വരെയൊക്കെയാണ് പറയുന്നത്, 2 സീറ്റ് മുതൽ 5 സീറ്റ് വരെ. പക്ഷേ BJP-യുടെ കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത് 15 സീറ്റും 18 സീറ്റ് വരെയും ഒക്കെ പറയുന്നു. സാധ്യതകളുണ്ട്. അവിടെയൊക്കെ തന്നെ ഇനി അത്രയും സീറ്റ് നേടുന്നില്ല എങ്കിൽ പോലും ഏതാണ്ട് ഒരു 10-50 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും എത്താനുള്ള സാധ്യതയെ നിൽക്കുകയാണ്. 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനവുമായിട്ട് വലിയ വ്യത്യാസം പോലും ഇല്ലാത്ത രീതിയിലുള്ള മത്സരമാണ് നടന്നത് അല്ലേ? ഇനിയിപ്പോൾ ഒരു നിശബ്ദ പ്രചാരണത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ അവസരങ്ങളിലൊക്കെ തന്നെ ഈ മോദി കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു തരംഗം വോട്ടായി മാറുക എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത് അല്ലേ? ഇത് ഇതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഈ മോദിജിയുടെ പല പദ്ധതികളും ഈ ഗവൺമെൻറ് തടഞ്ഞു വെച്ചില്ലേ. ഈ ഗവൺമെൻറ് അത് നമുക്കത് സുതാര്യമായിട്ട് ചെയ്യാനുള്ളൊരു വഴി, ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, കേരള സർക്കാരും കൂടെ സഹകരിച്ച് മാത്രമല്ലേ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും അവർ തടഞ്ഞു വെച്ച് അത് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജനങ്ങളിലും കൂടി അത് വേണ്ട വിധത്തിൽ എത്തിയിരുന്നുവെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല സാറേ ഈ മാറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഊരരട്ടിയും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എല്ലാം അതിൻ്റേതായ രീതിയിൽ ജനങ്ങളിൽ എത്തിയിരുന്നെങ്കിൽ പലതും ഇൻക്ലൂഡിങ് ലൈഫ് മിഷൻ പ്രോജക്റ്റ്, അങ്ങനെ കുടിവെള്ള പ്രോജക്റ്റ് പലതും, പിന്നെ ഇതിൻ്റെ എന്താണ് ടെക്നോ സിറ്റി, അതിൻ്റെ ആ പ്രോജക്റ്റുകളെല്ലാം തന്നെ അത് മോദി ഗവൺമെൻറ്റിൻ്റെ അല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഈ റേഷൻ കിട്ടുന്നത് പോലും അറിയില്ലല്ലോ ജനങ്ങൾക്ക്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത്. ആൾക്കാർ പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് പിണറായി ഗവൺമെൻറ്റാണ് ഈ റേഷൻ തരുന്നതെന്ന്. ഞാൻ പറയും, ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പണ്ട് റേഷൻ അരി തിളയ്ക്കുമ്പോൾ നിങ്ങൾ മൂക്ക് പൊത്തി പുറത്ത് പോകുമായിരുന്നു. നമുക്ക് വീട്ടിലിരിക്കുമ്പം റേഷൻ അരി തിളയ്ക്കുമ്പോൾ അത് നിന്നിട്ട് കാലം എത്രയായി, ആ അരി എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് നമുക്ക് തരുന്നത്, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുപോലും അറിഞ്ഞുകൂടാത്ത പാവങ്ങളുണ്ട് സാർ. അതുകൂടി മുഴുവനായി ജനങ്ങളിൽ എത്തിയിരുന്നുവെങ്കിൽ ശരിക്കും ഈ ഒരു പ്രതീക്ഷയല്ല, ഈ പ്രതീക്ഷ ഡബിളായാലും നമുക്ക് വിജയവും നേരെ ഇരട്ടിയായാലും. അപ്പോൾ മാറാത്തതിനെയും മാറണം, വികസനം, വികസിത കേരളം. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശ്രീമതി ജയശ്രീയും നിൽക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.